ട്രിപ്പിനൊക്കെ പോകുമ്പോഴേ സമയം ഭയങ്കര പ്രധാനമാണ്. ഞങ്ങൾ കറക്റ്റ് ഇന്നലെ പ്ലാൻ ചെയ്ത് 6 മണിക്ക് ഇറങ്ങാൻ പറ്റും. കറക്റ്റ് 6 മണി നമ്മളിതാ റൂം വെക്കേറ്റ് ചെയ്ത് പോവാണ്. നമ്മളിന്ന് റൂമൊക്കെ വെക്കരുത് ആ വേളാങ്കണ്ണി സ്റ്റാച്ചുവിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പം നമ്മളുള്ളത് കേട്ടോ. ചരിത്രപ്രധാനമായ വേളാങ്കണ്ണിയിലെ ചില ഭാഗങ്ങളൊക്കെ ഞാൻ മാക്സിമം കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരെ പോണത് തഞ്ചാവൂർ. അവിടെ കുറച്ച് ചരിത്രപ്രധാനമായ അതേമാതിരി അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ പഴക്കമുള്ള. അത് കഴിഞ്ഞിട്ട് നേരെ മലൈക്കോട്ട, തിരുച്ചിറപ്പള്ളി. അപ്പോൾ ഇന്ന് അതൊക്കെയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നേരെ പോയാൽ നമുക്ക് അങ്ങനെ നമ്മൾ വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിലാണിട്ടുള്ളത്. ഇനി നേരെ തഞ്ചാവൂർക്കുള്ള ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ഇനി നേരെ ഇവിടെ നിന്ന് തഞ്ചാവൂർ. നമ്മളൊക്കെ ലോക്കൽ ട്രെയിനുകളാണ് കേട്ടോ അധികം ഇങ്ങോട്ട് വരുന്നുള്ളൂ. മറ്റേ നമ്മളെ സ്ലീപ്പറിൽ നിന്നൊക്കെ ഒന്ന് വിരലെണ്ണാവുന്ന മാത്രമേ ഇങ്ങോട്ട് ഈ റൂട്ട് കൂടെ ഓടണുള്ളൂ അല്ലേ. അപ്പോൾ നമ്മളേതായാലും ചെറുതായിട്ട് ലോക്കൽ ട്രെയിൻ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേഗം പോയി ടിക്കറ്റ് എടുത്തിട്ട് കയറാം. അപ്പോൾ അങ്ങനെ നമ്മൾ തഞ്ചാവൂരെത്തി. നേരെ ഇതാ കാണുന്ന ഒരു ഹോട്ടലിൽ നിന്ന്, പൂജ പറഞ്ഞ ഹോട്ടലിൽ നിന്ന് നമ്മൾ നെയ് റോസ്റ്റൊക്കെ കഴിച്ചിട്ടോ. ഈ ഒരു ഓട്ടോയിൽ നമ്മൾ ബിഗ് ടെമ്പിളിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നേരെ ജസ്റ്റ് പോയാൽ അവിടെ ഓട്ടോയ്ക്കൊക്കെ ഭയങ്കര ചാർജ് കേട്ടോ. ജസ്റ്റ് ഇതാ 1 കിലോമീറ്റർ കവർ ചെയ്യാനേ 1 കിലോമീറ്റർ ഉള്ളൂ നമ്മുടെ തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ ബിഗ് ടെമ്പിൾക്ക്. അതിനവർ 150 രൂപ പറഞ്ഞു. ഏതായാലും രാവിലെ അല്ലേ, ഒരു മോർണിംഗ് വാക്ക് ആയിക്കോട്ടെ. നമ്മളങ്ങനെ നടന്ന് പോകാമെന്നുള്ള പ്ലാനിലെത്തിട്ടോ. അങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ നമ്മളങ്ങനെ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബസ്സിൽ വെറും 30 രൂപ മാത്രം ചാർജ്. തഞ്ചാവൂരിലെ സ്ട്രീറ്റിൽ കൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബിഗ് ടെമ്പിളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ തഞ്ചാവൂർ പെരിയ കോവിലിൻ്റെ ഫ്രണ്ട് കവാടത്തിൻ്റെ എതിർവശത്തെ റോഡിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കേട്ടോ. ഒരുപാട് വിദേശികളൊക്കെ വരുന്നൊരു സ്ഥലമാണ് കേട്ടോ അവിടെ. നമ്മൾ ജസ്റ്റ് വണ്ടി ഇല്ലാത്ത നേരത്തെ ഒന്ന് ക്രോസ് ചെയ്യാം. ഒക്കെ പോവാം. ഓ അവിടെ ഡാൻസൊക്കെ നടക്കുന്നുണ്ടോ പരിപാടി? സംഭവം എന്താ അല്ലേ, പണ്ടത്തെ കാലത്തെ കൊത്തുപണികൾ. ഇത് എത്ര വർഷം പഴക്കമുള്ള വല്ല ഐഡിയ ഉണ്ടോ? ഇവിടെ സെൽഫി സ്റ്റിക്ക് യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞേ. അപ്പോൾ അങ്ങനെ നമ്മൾ തഞ്ചാവൂർ പെരിയ കോവിലിൻ്റെ അകത്താണുള്ളത്. ഏകദേശം 1139 വർഷം മുന്നേ നിർമ്മിച്ചിട്ടുള്ള ഈ അമ്പലമാണ് കേട്ടത്. ചരിത്രപ്രധാനമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ടൊരു അമ്പലമാണത്. പിന്നെ അതിൻ്റെ കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടുത്തെ ശിവലിംഗത്തിന് ഏകദേശം 4 മീറ്റർ ഉയരമുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. ഗെയ്സ് അതിൻ്റെ ഇടയിൽ കൂടെ തലയിൽ കാക്കത്തൂറി ഗെയ്സ് ക്ലീൻ പണ്ട്ര് കാക്കയ്ക്ക് വയറിളക്കി.
ശിവഭഗവാന്റെ വാഹനമായ നന്ദീൻ്റെ ഒരു വലിയ പ്രതിമ തന്നെയാണ്. ഏകദേശം ഒരു 6 മീറ്ററോളം ഉയരമുണ്ട് കേട്ടോ. നല്ല അത്യാവശ്യം നല്ല ഹൈറ്റുള്ളൊരു പ്രതിമ തന്നെയാണ്. നേരെ ഇതിൻ്റെ കോവിലിൻ്റെ നേരെ ഫ്രണ്ടിലാണുള്ളത്. വെയിലാണ് അവിടെ കാലൊക്കെ പൊള്ളുണ്ട്. ഈ പാറയിലേ കറക്റ്റ് പാറയല്ലേ, ഇങ്ങനെ കീറി മുറിച്ച് വരെ ഇൻ്റർലോക്ക് പോലെ ഇട്ടാലേ നല്ല വെയിലാവുകൊണ്ട് തന്നെ കാല് പൊള്ളാം. നമുക്ക് ചെരുപ്പിടാനും പറ്റില്ല. ഇതെന്നാ ശരിയില്ലേ? പണ്ട് വെള്ളം സൂക്ഷിക്കാനുള്ള ടാങ്കാണ് തോന്നുന്നു. ഏകദേശം ഒരു 2000 ലിറ്റർ വെള്ളത്തോളം കൊള്ളും. അതിൻ്റെ റോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചോള രാജവംശത്തിലുള്ള സംഭവങ്ങളാണല്ലേ സംഭവം. രാജരാജ എന്തൊക്കെ വെച്ചാലേ നമ്മളെ ഓരോ നൃത്തത്തിൻ്റെ ഓരോ രൂപങ്ങളാണ് ഒരു കാണിച്ചത്. ഓരോ എന്താ പറയുക നൃത്തത്തിൻ്റെ ഓരോ കോശങ്ങൾ. അതാണ് ഉറവമണ്ഡലം, കക്രാമണ്ഡലം, പിന്നെ അങ്ങോട്ട് കാണുമ്പോഴേ അവനക്ക് വല്ലത് ഈ ക്യാമറയിലൊന്നൊക്കെ അല്ലേ രൂപങ്ങളുണ്ട് മൊത്തത്തിൽ. മറ്റേ അവിടെ അങ്ങനെ പെയിൻറ്റ് പോയാൽ മാതിരി നമുക്ക് തോന്നുന്നത്. അപ്പുറത്ത് ഫ്രണ്ടിലൊരു വേറെ ഒരു ഇതുണ്ട്, ഇവിടെ 2 ഉണ്ട്. ഇത് 1930 സംഭവം. പിന്നെ 2005 ആയതിന് ഈ കോലത്തിലായിട്ടോ. അതേപോലെ തന്നെ ഇവിടെയാണ് 1950 2005 ഒരു ഫോട്ടോസ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ബിഗ് ടെമ്പിളിൻ്റെ ഓരോരോ പഴയ കാലത്തുള്ള ഫോട്ടോസും പുതിയ കാലത്തുള്ള ഫോട്ടോസും കൂടെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കുറച്ച് മെയിൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. മതിലും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി സെറ്റാക്കിയിട്ടുണ്ട്. എന്നാലും ഇത് പണ്ടത്തെ അതേ കെട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലൊക്കെ. ഹലോ, ഇത് 1950 അതേ സംഭവം തന്നെയാണ് ഇപ്പുറത്തും. ഒന്നും കൂടി കളർ ഫോട്ടോ ആയപ്പോഴുള്ള മാറ്റങ്ങൾ കണ്ടോ. അന്നത്തെ ആ മരവും അതേപോലെ ഇവിടുത്തെ മരങ്ങളൊക്കെ അതേപോലെ തന്നെ ഉണ്ട്. അതഞ്ഞ് ഇതിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആണോ? അല്ല, അതിൽ മതിൽ കണ്ടോ, ഇയറും കൊടുത്തും കൂടെ മതിലിൻ്റെ മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഒരു ഭാഗത്ത് ലോക്കാക്കിയിട്ടുള്ള ഈ നെറ്റിൻ്റെ ഉള്ളിൽ കുറേ കല്ലുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കിയപ്പോൾ ഉണ്ട് ഇതിന് കുറേ കൊത്തി വെച്ചിട്ട്. പണ്ടത്തെ എന്താ ഭാഷയാണെന്നുള്ളൊരു ഐഡിയ ഇല്ല. സംസ്കൃതമാണോ അന്നത്തെ ചോള രാജാക്കന്മാർ എഴുതിയ ആരോ പണിക്കാർ എഴുതിയുള്ള ഭാഷ വല്ലതാണോ എന്നറിയില്ല. എന്തായാലും ഒരുവിധം എല്ലാ കല്ലും ഉണ്ട് കേട്ടോ. ഇതെന്താണ് സംഭവം എന്നുള്ളത്
അവരോട് ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തണം. അന്നത്തെ കാലത്തെ കോവിലിൽ യൂസ് ചെയ്തിട്ടുള്ള കിണറാണ് കേട്ടോ. ഇപ്പോൾ അതൊക്കെ അടച്ച് മൂടിയിട്ടിട്ടുണ്ട് നെറ്റൊക്കെ വെച്ചിട്ട്. അന്നത്തെ നമ്മളെ കപ്പി ഒക്കെ യൂസ് ചെയ്യുന്ന വെള്ളം കോരാൻ ഉപയോഗിച്ചിരുന്ന സംഭവം. ആ ഇരുമ്പൊക്കെ ഉണ്ടോ അപ്പോഴും തുരുമ്പ് പിടിച്ചിട്ടില്ല. അതായത് ചെറുതായിട്ടൊരു സംഭവമായിട്ടുള്ള 1000 വർഷം പഴക്കണ്ടെന്ന് പറയുമ്പോഴേ അത് വെച്ച് നോക്കി ഏകദേശം ഉണ്ടോ. ഇപ്പോഴും വർക്കിംഗ് ആണ് സംഭവം. ക്യാരറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴും വെള്ളം കോരാം. കിണറിൻ്റെ താഴെ ഫോണായി കേട് ഇൻട്രസ്റ്റ് ഉണ്ടാവും. വിശ്വാസത്തിൻ്റെ പേരിൽ എല്ലാവരും കുറേ പൈസയൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിൽ. പൈസ മാത്രമല്ല കേട്ടോ, കുറേ കുപ്പിയും പ്ലാസ്റ്റിക്കൊക്കെ ഇട്ട് അതും നശിപ്പിച്ചിട്ടുണ്ട്. ഞാനുള്ള കുപ്പിയൊക്കെ ഇട്ട് കണ്ടോ, പൈസ ചില്ലറ പൈസ മാത്രമല്ല പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഇട്ട് ഇതാക്കിണു. ഏകദേശം നമ്മൾ റൗണ്ട് ഫുള്ളായിട്ടോ. നമ്മൾ നേരത്തെ ഉള്ളിൽ കയറിയിട്ട് ഇവിടെ തിരിച്ചിറങ്ങി പിന്നെ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഇത് രണ്ടാമത് അവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പുറത്തിറങ്ങല്ലേ. നല്ല വെയിലാവുകൊണ്ട് കാല് പൊള്ളുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ എന്താ പറയുക തിരക്കും കൂടി വരുന്നുണ്ട്. സ്കൂളിൽ നിന്നൊക്കെ കുട്ടികളൊക്കെ എല്ലാവരും കൂടി ടൂറൊക്കെ വന്നതാണ് കേട്ടോ. കുറേ നല്ല ക്രൗഡായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇന്നലെ സൺഡേ ഒക്കെ ആകുമ്പോൾ ആലോചിച്ചൊക്കെ നല്ല തിരക്കാവും അല്ലേ. പിന്നെ അപ്പോൾ അങ്ങനെ നമ്മൾ നേരത്തെ വന്നിറങ്ങിയ സ്ഥലത്ത് നിന്ന് ഒരു റൗണ്ട് പ്രദക്ഷിണം വെച്ചിട്ട് നേരെ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ചൂട്. ഇവിടെ കുറച്ച് ഇഷ്ടിക കൊണ്ട് നമ്മളെ കാല് പൊള്ളലാക്കുന്നുണ്ട്, കുറവുണ്ട്. മറ്റ് പാറപ്പുറമാണ ടൈമിൽ പാറ എന്താ പറയുക പൊട്ടിച്ച് ഇൻ്റർലോക്ക് ഇട്ട അവിടെ നല്ല കാല് പൊള്ളാണ്. പിന്നെ അതല്ല നല്ല വെയിലാവുകൊണ്ട് തന്നെ നമുക്ക് നല്ല വെള്ളത്തിന് ദാഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തൽക്കാലം നമുക്ക് നേരെ പുറത്തിറങ്ങാം, അതേപോലെ കുറച്ച് വെള്ളമൊക്കെ കുടിക്കാം. ഇനി നേരെ നമുക്ക് പാലത്തിലോട്ട് പോവാം. ഓക്കെ, അങ്ങനെ നമ്മൾ തഞ്ചാവൂർ ബിഗ് ടെമ്പിളൊക്കെ കണ്ടു കഴിഞ്ഞ് നേരെ പാലസിലേക്ക് പോവാം. ടൈം ഏകദേശം 12-1 മണി. നമുക്ക് 4:30ക്കാണ് നമ്മുടെ ട്രെയിന്. അപ്പോൾ അപ്പത്തിന് നമുക്ക് പാലസും കൂടി കണ്ടിട്ട് ഭക്ഷണം കഴിച്ച് എവിടെ എത്തണം, റെയിൽവേ സ്റ്റേഷനിലെത്തണം. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് നീങ്ങാം. ഇല്ല, ഞാൻ അപ്പുറം കൊടുക്ക്. അയ്യോ അല്ല കഴിയില്ല. അല്ല അഞ്ഞിച്ചെടി ശരി കഴിയില്ല. அப்படி வந்து சொல்லக்கூடாது. இங்க பாரு அங்க பாருங்க போடா. இந்த இங்க அனுப்பி செட் ரெடி 1 ஐலா சூப்பர் പിൻ വേട ഇത് വെച്ചിക്കോ, സാപ്പിടിക്കോ, ചായ കുടിച്ചോ. ജയിച്ചവർക്ക് 20 റുപ്യ വരും. അത് ശരിക്കിട്ടാ 20 റുപ്യ വരും. ഇടുന്ന വരാൻ ചാൻസ് ഉണ്ട്. ഉനക്കുള്ളത് ഇവിടെ കൊടുക്കാം. ഓക്കെ, 9ാം ക്ലാസ് 9th വരെ പോയി. ബാക്കി പഠിക്കില്ല. എന്നാ വീട്ടിലാരുമില്ല? ആരുള്ള? എല്ലാവരും ഉണ്ട്. അപ്പ അമ്മ എന്നാ വേലത്തില്? ഓക്കെ, പിന്നെ ഞാൻ വെച്ച് ഇതിലുണ്ട്. ഇതാ കണ്ടോ, കൊറേ ഇതേമാതിരി കൊറേ ആൾക്കാരേ. കണ്ണാടി ഞാൻ പോടണം, പോടണം. അങ്ങനെ നമ്മൾ തഞ്ചാവൂര് പാലസിക്ക് പോണ റൂട്ടാണ് കേട്ടോ. പോണ വഴിക്ക് നമ്മൾ ഓൾഡ് ബസ് സ്റ്റാൻഡ്, പഴയ ബസ് സ്റ്റാൻഡിലാണ് നല്ല
ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞു. നല്ല ഭക്ഷണം, നല്ല ചോറ്, തൈര് സാദം, തക്കാളി സാദം, வெஜிடபிள் பிரியாணி. இங்கே வந்து எல்லாமே இந்த வெஜிடபிள் தான் சூப்பர். நான்வெஜ் இங்கே நல்ல கிடையாது. நல்ல தோசை கிடைக்கும், நல்ல இட்லி கிடைக்கும், நல்ல കുഴിമന്തി, ചപ്പാത്തി, ബീഫ് റോസ്റ്റ്, ബീഫ് ഫ്രൈ എല്ലാമേ കേരള മലപ്പുറത്ത് വന്നാണ് തിന്നണം. എന്നാലാ നമ്മളെ ആൾക്കാർക്ക് എന്താ പറയുക അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അല്ലാകുമ്പോൾ തമിഴ്നാട്ടിൽ വന്നിട്ട് ബിരിയാണി കഴിച്ചിട്ട് ഒരു കാര്യമില്ല. അതിനൊക്കെ നമ്മളെ മലപ്പുറത്തും കോഴിക്കോട്ടൊക്കെ വന്നാണ്ട് ബിരിയാണി കഴിക്കണം. അങ്ങനെ നമ്മൾ തഞ്ചാവൂരുള്ള പഴയ ബസ് സ്റ്റാൻഡിലാണ് ഇപ്പോൾ ഉള്ളത്. 3 ദിവസം മുന്നേ ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു പാർക്കിംഗ് സിസ്റ്റം ആണിട്ടത്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ ഇതേമാതിരി വരണം. ഏകദേശം ഒരു 10-15 വണ്ടികൾക്ക് ഒരേ ടൈമിൽ പാർക്ക് ചെയ്യാൻ കുറഞ്ഞ സ്പേസിൽ ഉള്ളൊരു ചെറിയൊരു പാർക്കിംഗ് സിസ്റ്റമാണിത്. അതായത് ഇങ്ങനെ ലിഫ്റ്റ് പോലെ ഒരു വണ്ടി നിർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ റോൾ ചെയ്ത് ഇങ്ങനെ വരും. ഏകദേശം ഒരു ലൈനിൽ 1 2 3 4 5 6 7 8 9, അപ്പോൾ ഏകദേശം ഒരു 15 വണ്ടികൾ ഒരു ലൈനിൽ തന്നെ ഉണ്ട്. അങ്ങനെ 3 എണ്ണം, ഏകദേശം ഒരു 10-45. അങ്ങനെ ഈ പാർക്കിംഗ് സിസ്റ്റം എന്താ പറയുക, നമ്മുടെ നാട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലം ലാഭിക്കട്ടോ. ഇതേമാതിരി കുറഞ്ഞ സ്ഥലത്ത് ഏകദേശം ഒരു 10-50 വണ്ടികൾ പാർക്ക് ചെയ്യാൻ ചില്ലറ കാര്യമൊന്നുമല്ല. പക്ഷേ വരുന്ന ടൈമിൽ കറണ്ടൊക്കെ പോയാൽ എന്ത് ചെയ്യും? ജനറേറ്റർ സൗകര്യം ഉണ്ടാവില്ലേ? ഉണ്ടാവും. അതില്ലെങ്കിൽ ഒരു രക്ഷയില്ല. സംഭവം നല്ലതാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ഇതിൽ കൂടുതൽ അറിയണവരൊന്ന് കമൻറ്റ് ചെയ്യാം എന്തൊക്കെയാണ് ഇതിൻ്റെ സിസ്റ്റം കാര്യങ്ങളൊക്കെ. 3 ദിവസമായിട്ടുള്ളത് ഓപ്പൺ ചെയ്തിരുന്ന അവിടെ അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞു. അങ്ങനെ തമിഴ്നാട്ടിലത്തെ പൊന്നരിന് ചോറും സാമ്പാറും കുറച്ചിടാം, നമുക്ക് ബാക്കി വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. എങ്ങനെയുണ്ടോ? ആ പപ്പടം ഒന്നുള്ളൂ. ഓക്കെ, പപ്പടം കൊള്ളണ്ടേ? ഇതാ പപ്പടം, ரொம்ப பெரிய പപ്പടം. ഓ കുഴപ്പമൊന്നുമില്ല, അടിപൊളി ഫുഡ്. നമ്മളെ നാട്ടിലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് പരിപ്പ് സാമ്പല, തമിഴ്നാട്ടിലത്തെ ഇതിലൊക്കെ കുറച്ച് പരിപ്പും കുറച്ച് മല്ലീൻ്റെ ഇലയും കുറച്ച് കൂടുതലുണ്ടാവും. നോക്കണ്ട, നമ്മൾ ചേരുന്ന നാട്ടിൽ പോയാൽ ചേരുന്ന നാട്ടിൽ തന്നെ കഴിക്കണം. സൂപ്പറാ. ഇതാ ഞങ്ങളപ്പോൾ ഒരാളും കൂടി ഉണ്ട് ഇവിടെ ബാക്കിൽ. അവൻ പിന്നെ വെട്ടി വീഴുന്ന കാര്യത്തിൽ ഒരു രക്ഷയില്ല. ഇതാണേ കുറച്ച് തൈര് ഓ മോര് രക്ഷയില്ലല്ലേ. ഒരു പാത്രത്തിൽ തരുമോ? അങ്ങനെ നമ്മൾ തഞ്ചാവൂർ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ടുള്ള ഓർഡറാണ്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. നല്ലൊരു ചോറും സാമ്പാർ, പിന്നെ കുറേ ഇലക്കറികൾ, കുറേ കിഴങ്ങും സംഭവങ്ങളൊക്കെ ഉള്ള സംഭവങ്ങൾ. വലിയ 2 പപ്പടം കിട്ടി അല്ലേ? ആ, തൈര്, രസം, പപ്പടവും. അതാണ് അവിടുത്തെ ഹൈലൈറ്റ്. നല്ല വെയിലാട്ടോ, ഒരു രക്ഷയില്ല. സംഭവം പൊള്ളണ്. എങ്ങനെ ഇവിടെ വരും? ഞങ്ങളുടെ നാട്ടിൽ നിന്നാൽ ഇത്ര വലിയൊരു ഇതൊന്നുമില്ലല്ലോ, ചൂടൊന്നുമില്ലല്ലോ. അടുത്ത് നമ്മൾ നേരെ പോണത് തഞ്ചാവൂർ പാലസ് മ്യൂസിയത്തിലുണ്ടോ. അവിടെ തിമ്മിംഗലത്തിൻ്റെ ഫുള്ള് ബോൺസ് അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് കവർ ചെയ്യണം. അതേപോലെ തന്നെ മലൈക്കോട്ട ടെമ്പിളും. അപ്പോൾ വീഡിയോൻ്റെ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആരും മിസ് ചെയ്യരുത്. അടിപൊളി ഇതേപോലെയുള്ള നല്ല കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.